ഏകീകൃത കുർബാന അർപ്പിച്ച വൈദികർക്കെതിരായ അതിക്രമത്തിൽ പ്രതിഷേധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനം ഒരു വിഭാഗം വിശ്വാസികൾ ഉപരോധിച്ചു. സിനഡ് തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന വൈദികർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അതേസമയം ക്രിസ്മസ് ദിനത്തിലെ കുർബാന അർപ്പണത്തിന്റെ റിപ്പോർട്ട് വത്തിക്കാന് കൈമാറി. രാവിലെ 9 മണിയോടെയാണ് സിനഡ് കുർബാനാനുകൂലികൾ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനം ഉപരോധിച്ചത്. പള്ളികളിൽ ഏകീകൃത കുർബാന അർപ്പിച്ച വൈദികരെ കയ്യേറ്റം ചെയ്തവർക്കെതിരെ നടപടി വേണമെന്നടക്കമുള്ള 3 ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. ഒരു വിഭാഗം വൈദികരുടെ പിന്തുണയോടെ കുർബാന തടസ്സപ്പെടുത്താൻ ആസൂത്രിത ശ്രമം നടക്കുന്നുണ്ട് എന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. പള്ളികളിൽ AMT ഗുണ്ടകളെ പറഞ്ഞുവിട്ട വിമത വൈദികർ തെരഞ്ഞു പിടിച്ച് അവിടെ പള്ളികളിൽ ആക്രമണം നടത്തിയെന്ന് മാത്രമല്ല, പള്ളികൾ പൂട്ടേണ്ട അവസ്ഥയുണ്ടായി. അതിൽ താന്നിപ്പുഴ പള്ളി പൂട്ടി, രണ്ടാമത് കോട്ടക്കാവ് പള്ളി പൂട്ടി. തോമസ് നരികുളം അച്ഛൻ്റെ അടുത്ത് ആളുകൾ ബഹളമായിട്ട് ചെന്നു. ഇന്നലെ നെല്ലിശ്ശേരി അച്ഛനെ പൂട്ടിയിട്ട് അവിടുത്തെ കൊച്ചച്ഛൻ്റെ ബസിലിക്ക പള്ളിയിൽ നിന്ന് പോയ ബിനോയ് പാണാട്ട് എന്ന് പറയുന്ന വിമത കൊച്ചച്ഛൻ ഇരിക്കുന്ന പള്ളി കൂടിയാണ് ചുണങ്ങംപേലി പള്ളി. അവിടെ വികാരി അച്ഛനെ പൂട്ടിയിട്ട് ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. അതുമായിട്ട് ബന്ധപ്പെട്ട് 4-5 കാര്യങ്ങൾ സംസാരിക്കാനാണ് പിതാവിനെ കണ്ടത്. തീരുമാനം രേഖാമൂലം നൽകണമെന്ന നിലപാടിലായിരുന്നു പ്രതിഷേധക്കാർ. തുടർന്ന് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും പ്രതിഷേധക്കാരും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഉപരോധം അവസാനിപ്പിച്ചത്. ക്രിസ്മസ് മുതൽ അതിരൂപതയിൽ ഏകീകൃത കുർബാന അർപ്പിക്കണമെന്ന് മാർപ്പാപ്പയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. മുഴുവൻ പള്ളികളിലും നടന്ന കുർബാനയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്റർ വത്തിക്കാന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. മീഡിയ 1 കൊച്ചി.